എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ SCRT സീരീസിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് സയൻസിലെ ക്ലാസ്സുകളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള PSC ട്രെൻഡ്സ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ വരുന്ന നമുക്ക് പോളുകൾ അറ്റൻഡ് ചെയ്യാം. അതേപോലെ അതിൻ്റെ PDF നോട്ട്, അതുപോലെ SCRT ടെക്സ്റ്റിൻ്റെ PDF ഒക്കെ നമ്മൾ അതിലിടുന്നുണ്ട്. അതേപോലെ പ്രധാനപ്പെട്ട കട്ടിങ്ങുകൾ ഇടുന്നുണ്ട്. ദിവസവും കറണ്ട് അഫയേഴ്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിലുള്ള വരുന്ന മെറ്റീരിയൽസൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഖാരിഫ് കാർഷിക കാലത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ ഖാരിഫിനെ സംബന്ധിച്ചാണ്. ഖാരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർഷിക കാലമാണെന്ത്? ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവ. അപ്പോൾ ഖാരിഫ് കാർഷിക കാലത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ആദ്യത്തെ പ്രസ്താവന നോക്കാം. ജൂൺ മാസത്തിൽ, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിള ഇറക്കുന്നു. ആ പ്രസ്താവന ശരിയാണ്. നവംബർ ആദ്യവാരം മൺസൂണിൻ്റെ അവസാനം വിളവെടുക്കുന്നു. അതും ശരിയാണ്. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് പ്രധാന ഖാരിഫ് വിളകൾ. അതും ശരിയാണ്. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയാണ്. അപ്പോൾ ഖാരിഫ് വിളയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഖാരിഫ് കാർഷിക കാലഘട്ടം എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവിറക്കി മൺസൂണിൻ്റെ അവസാനം വിളവെടുക്കുന്ന കൃഷിയാണ്, അല്ലെങ്കിൽ കാർഷിക കാലമാണെന്ത്? ഖാരിഫ് കാർഷിക കാലം എന്ന് പറയുന്നത്. അപ്പോൾ ജൂൺ മാസത്തിൽ, അതായത് ജൂൺ മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൺസൂണിൻ്റെ ആരംഭമാണ്. അപ്പോൾ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവിറക്കുന്നു. നവംബർ ആദ്യവാരം എന്ന് പറഞ്ഞാൽ മൺസൂണിൻ്റെ അവസാനമാണ്. അപ്പോൾ മൺസൂണിൻ്റെ അവസാനത്തിൽ വിളവ് എടുക്കുന്നു. ഈ ഒരു കാലഘട്ടമാണെന്ത്? ഖാരിഫ് കാർഷിക കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നമ്മുടെ ഭക്ഷ്യവിളകളായ നെല്ല്, ചോളം എന്നിവയും, അതേപോലെ പരുത്തി, അതുപോലെ നമ്മളെ മില്ലറ്റ്സ് ഉണ്ടല്ലോ, തിനവിള, ചെറുധാന്യങ്ങൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. അപ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ് ഖാരിഫ് അല്ല, ഗോതമ്പ് റാബി വിളയാണ്. അപ്പോൾ നോട്ട് ചെയ്യാം. അപ്പോൾ നെല്ല്, ചോളം, നെല്ല്, ഗോതമ്പ്, ചോളം, ഇതാണ് ശരിക്കും നമുക്ക് ഭക്ഷ്യ വിളകൾ എന്ന് പറയുന്നത്. പിന്നീട് ചെറുധാന്യങ്ങളും എന്താണ്? ഭക്ഷ്യവിളകളാണ്. പക്ഷേ പ്രധാനപ്പെട്ട വലിയ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് ഗോതമ്പും നെല്ലും ചോളവുമാണ്. ഇതിൽ ഗോതമ്പ് ഒഴികെയുള്ള നെല്ല്, ചോളം എന്നിവ എന്താണ്? ഖാരിഫ് വിളയാണ്. ഗോതമ്പ് എന്താണ്? ഒരു റാബി വിളയാണ്. അപ്പോൾ നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ്, ചണം, കരിമ്പ്, അതുപോലെ നിലക്കടല എന്നിവയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് ഇയർ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി UNO ആചരിച്ചത്. 2023 ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണ് 2023 ചെറുധാന്യ വർഷമായി ആചരിച്ചത്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ചെറുധാന്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനുബന്ധമായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഖാരിഫ് വിള ഇറക്കുന്നത് ജൂൺ മാസത്തിൽ, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കി മൺസൂണിൻ്റെ അവസാനത്തിൽ നവംബർ മധ്യത്തിൽ വിളവെടുക്കും. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളെന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. റാബി കാർഷിക കാലത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന. നമ്മൾ ഖാരിഫ് പറഞ്ഞു, ഇനി അടുത്തത് റാബിയാണ്. അപ്പോൾ റാബി കാർഷിക കാലത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നോക്കാം. നവംബർ മധ്യത്തിൽ, അതായത് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുന്നു. മാർച്ച് മാസത്തിൽ, അതായത് വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നു. അത് രണ്ടും എന്താണ്? ശരിയാണ്. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാന റാബി വിളകൾ. അതും ശരിയാണ്. അപ്പോൾ എന്താണ്? ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ റാബി വിളകളെ സംബന്ധിച്ച്, റാബി കാർഷിക കാലഘട്ടത്തെ സംബന്ധിച്ച് പ്രസ്താവനകളൊന്ന് നോക്കാം.
നവംബർ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ശൈത്യകാലം, അതായത് തണുപ്പ് കാലത്തിൻ്റെ ആരംഭത്തിലാണ് വിളവ് ഇറക്കുന്നത്. ഇനി വിളവെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസത്തിൽ എന്ന് പറഞ്ഞാൽ വേനലിൻ്റെ ആരംഭമാണ് മാർച്ച് മാസം. അപ്പോൾ മാർച്ച് മാസത്തിൽ വിളവെടുക്കുന്നു. അപ്പോൾ ശൈത്യകാല ആരംഭത്തിൽ നവംബർ മാസത്തിൽ വിളവിറക്കി വേനലിൻ്റെ ആരംഭത്തിൽ, അതായത് വേനലിൻ്റെ ആരംഭം എന്ന് പറയുന്നത് മാർച്ച് മാസമാണ്. അപ്പോൾ മാർച്ച് മാസത്തിൽ വിളവെടുക്കുന്ന കാർഷിക കാലഘട്ടമാണെന്ത്? റാബി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ റാബി കാലഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവ എന്താണ്? റാബി വിളകൾക്ക് ഉദാഹരണമാണ്. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവയാണെന്ത്? പ്രധാനപ്പെട്ട റാബി വിളകൾ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. സെയ്ദ് കാർഷിക കാലത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഖാരിഫ് പറഞ്ഞു, റാബി പറഞ്ഞു. ഇനി അടുത്തതാണെന്ത്? സെയ്ദ് കാർഷിക വിള. സെയ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേനൽക്കാല വിളയാണെന്ത്? സെയ്ദ് കാർഷിക കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ സെയ്ദ് വിളകൾ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ്. പ്രധാനമായിട്ടും എന്താണ്? പഴങ്ങളും പച്ചക്കറികളുമാണെന്ത്? വേനൽക്കാലത്ത് കൃഷി ഇറക്കുന്നത്. അപ്പോൾ സെയ്ദ് കാർഷിക കാലത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. മാർച്ച് മാസത്തിൽ, അതായത് വേനലിൻ്റെ ആരംഭത്തിൽ വിളവ് ഇറക്കുന്നു. ജൂൺ മാസത്തിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നു. അപ്പോൾ വേനൽക്കാല കൃഷിയാണെന്ത്? സെയ്ദ് കൃഷി കാലഘട്ടം എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന കൃഷിയാണ് സെയ്ദ് കാർഷിക കാലഘട്ടം എന്ന് പറയുന്നത്. അത് നമ്മുടെ വേനലിൻ്റെ ആരംഭത്തിൽ മാർച്ച് മാസത്തിൽ വിളവിറക്കിയും കൊണ്ട് മൺസൂണിൻ്റെ ആരംഭം, നമുക്കറിയാം ജൂൺ മാസമാണ് മൺസൂണിൻ്റെ ആരംഭം. അപ്പോൾ വിളവെടുക്കുന്ന കാർഷിക വിളകളാണ് കാലഘട്ടമാണെന്ത്? സെയ്ദ് കാർഷിക കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാന സെയ്ദ് വിളകൾ. അപ്പോൾ പഴങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളുമാണെന്ത്? പ്രധാനപ്പെട്ട സെയ്ദ് വിളകൾ. സെയ്ദ് വിള എന്ന് പറഞ്ഞാൽ എന്താണ്? വേനൽക്കാലത്ത് വിളവെടുപ്പ് നടത്തുന്ന, വിളവിറക്കി മഴക്കാലത്തിന് മുമ്പ് വിളവെടുക്കുന്ന കാർഷിക വിളകളാണ് സെയ്ദ് വിളകൾ. പഴങ്ങളും പച്ചക്കറികളുമാണ് സെയ്ദ് വിളകൾക്ക് ഉദാഹരണം. അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ മാർച്ച് മാസത്തിൽ, അതായത് വേനലിൻ്റെ ആരംഭത്തിൽ കൃഷി വിളവ് ഇറക്കി ജൂൺ മാസത്തിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നതാണെന്ത്? സെയ്ദ് വിളകളെന്ന് പറയുന്നത്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് സെയ്ദ് വിളകൾക്ക് ഉദാഹരണമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച ഈ 3 കാര്യങ്ങളും SCRTയിൽ ഇതുപോലൊരു കോളം വന്നിട്ടുണ്ട്. ഈ കോളത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു 3 ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തെറ്റായ പ്രസ്താവന, ശരിയായ പ്രസ്താവനയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ചിലപ്പോൾ ഈ 3 വിളകളും മിക്സാക്കിക്കൊണ്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ശരിയായ പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയും തിരഞ്ഞെടുക്കാൻ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാർഷിക കാലങ്ങൾ: ഖാരിഫ്, റാബി, സെയ്ദ്. വിളയിറക്കൽ കാലം, വിളവെടുപ്പ് കാലം, പ്രധാന വിളകൾ. ഇത് SCRTയിലെ ഒരു കോളമാണ്. നമ്മൾ SCRT 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിൽ വരുന്ന ചാപ്റ്ററിലെ ഭാഗമാണെന്ത്? ഈ ഒരു കാർഷിക വിളകൾ എന്നുള്ളത്. നമ്മൾ സയൻസ് മൊഡ്യൂളിലാണ് ഈ കാർഷിക വിളകൾ വരുന്നതെങ്കിൽ കൂടി ഈ ഒരു ഭാഗം വന്നിരിക്കുന്നത് ജോഗ്രഫിൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ. 10ാം ക്ലാസ് ജോഗ്രഫിൻ്റെ ടെക്സ്റ്റ് ബുക്ക് 8ാം അധ്യായത്തിലാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്, ഈ വിളകളെക്കുറിച്ചുള്ള ഒരു ഭാഗം വന്നിട്ടുള്ളത്. അപ്പോൾ കാർഷിക വിളകൾ ഫസ്റ്റ് ഖാരിഫ്, ജൂൺ, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കും. നവംബർ ആദ്യവാരം മൺസൂണിൻ്റെ അവസാനം വിളവെടുക്കും. പ്രധാന വിളകൾ നെല്ല്, ചോളം, പരുത്തി. തിനവിളകൾ ചണം, കരിമ്പ്, നിലക്കടല. അടുത്തത് റാബിയാണ്. നവംബർ മധ്യത്തിൽ, അതായത് ശൈത്യകാല ആരംഭത്തിൽ വിളയിറക്കി മാർച്ച് വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കും. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാന വിളകൾ. ഇനി സെയ്ദ് മാർച്ച്, അതായത് വേനലിൻ്റെ ആരംഭത്തിൽ വിളവിറക്കി ജൂൺ മാസത്തിൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കും. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാന വിളകൾ. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഈ ഒരു കോളമാണ്. ഇതിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലിട്ട ആ ഒരു 3 ചോദ്യങ്ങൾ. അപ്പോൾ ഈ പ്രത്യേകം നിങ്ങൾ ഈ ഒരു കോളം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. എന്തായാലും ഈ ഒരു കോളം നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ തിനവിളകൾ അഥവാ മില്ലറ്റിന് ഉദാഹരണം അല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ താഴെ 4 വിളകൾ തന്നിട്ടുണ്ട്. അതിൽ ചെറുധാന്യം അഥവാ മില്ലറ്റ് അല്ലെങ്കിൽ തിനവിള 3ഉം പറയുന്നത് ഒരേ സാധനം തന്നെയാണ്. ഇതിൻ്റെ ഉദാഹരണം അല്ലാത്തത്, അത് ഇതിൽ പെടാത്തത് തിരഞ്ഞെടുക്കാനാണ്. ജോവർ, ബജ്റ, ചോളം, റാഗി. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്, ചോളമാണ്. ചോളമാണ് എന്ത് ഇതിൽ തിനവിളയിൽ ഉൾപ്പെടാത്തത്. തിനവിളകൾക്ക് ഉദാഹരണമാണ് ജോവർ, ബജ്റ, അതുപോലെ റാഗി എന്നിവ.
അപ്പോൾ തിനവിളകൾക്ക് ഉദാഹരണമാണ് ജോവർ, ബജ്ര, റാഗി എന്നിവ. ചോളം തിനവിളയല്ല കേട്ടോ. തിനവിള എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ, ചെറിയ ധാന്യങ്ങൾ. നമുക്കറിയാം റാഗി ആണെങ്കിലും ജോവർ ആണെങ്കിലും ബജ്രയൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ധാന്യങ്ങളാണ്, ഭക്ഷ്യധാന്യങ്ങൾ തന്നെയാണ്, ചെറിയ ധാന്യങ്ങളാണ്. ഈ ചെറുധാന്യങ്ങളാണ് നമ്മൾ തിനവിള, മില്ലറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, തിനവിള എന്ന് പറയും, അതുപോലെ ചെറുധാന്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജോവർ, ബജ്ര, റാഗി എന്നിവയാണ് തിനവിളകൾക്ക് ഉദാഹരണം. ചോളമാണെന്ത് തിനവിളയിൽ ഉൾപ്പെടാത്തത്. അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് തൊഴിൽ, കൃഷി, സാഹിത്യം, ജീവിതമാർഗം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്, കൃഷിയാണ്. അപ്പോൾ എന്താണ് കൃഷി? കൃഷി ഒരു സംസ്കാരമാണ്. എന്താണ് കൃഷി എന്ന് പറഞ്ഞാൽ അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരം. അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരത്തെയാണ് നമ്മൾ കൃഷി എന്ന് പറയുന്നത്. ലാറ്റിൻ പദങ്ങളായ അഗർ കൾച്ചർ എന്നീ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷ് പദമായ അഗ്രികൾച്ചർ ഉടലെടുത്തത്. അഗർ കൾച്ചർ എന്നീ വാക്കുകളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം ഉടലെടുത്തത്. അപ്പോൾ അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണെന്ത്? ഓപ്ഷൻ ബി, കൃഷി എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നോക്കാം. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഭക്ഷ്യവസ്തുവായി നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളെയാണ് നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. വാണിജ്യ വ്യവസായ പ്രാധാന്യമുള്ള വിളകളെയാണ് നമ്മൾ നാണ്യവിളകൾ എന്ന് പറയുന്നത്. അതും ശരിയാണ്. അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന പദം ഉണ്ടായത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ശരിയാണ്. അപ്പോൾ അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന പദം ഉണ്ടായത്. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയാണ്. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. അപ്പോൾ ഭക്ഷ്യവിളകൾ എന്താണെന്നും നാണ്യവിളകൾ എന്താണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് എന്നുള്ള പ്രസ്താവനയും എന്താണ്? ശരിയാണ്. നെൽകൃഷിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. നെൽകൃഷിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു റാബി വിളയാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തന്നെ തെറ്റാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്, പക്ഷേ അതെന്താണ്? റാബി വിളയല്ല, അതൊരു ഖാരിഫ് വിളയാണ്. ഖാരിഫ് വിളയാണ്. റാബി വിള എന്ന് പറഞ്ഞാൽ ശൈത്യകാല വിളയാണ്. റാബി വിളക്ക് ഉദാഹരണം ഏതാണ്? ഗോതമ്പാണ്. ഭക്ഷ്യവിളകളിൽ റാബി വിള ഏതാണ്? ഗോതമ്പാണ്. ബാക്കി നെല്ലാണെങ്കിലും ചോളമാണെങ്കിലും എന്താണ്? ഖാരിഫ് വിളയാണ്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു റാബി വിളയാണെന്നുള്ള പ്രസ്താവന തെറ്റാണ്. നെല്ല് എന്താണ്? ഒരു ഖാരിഫ് വിളയാണ്. രണ്ടാമത്തത് മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്നുള്ളത്. അതിൽ എക്കൽ മണ്ണ് എന്നാണ്, അത് അക്ഷരത്തെറ്റുണ്ട്. അപ്പോൾ എക്കൽ എന്ന് ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ആ പ്രസ്താവന ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഉയർന്ന താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, അതുപോലെ ധാരാളം മഴ 150 സെൻറ്റിമീറ്റർ കൂടുതൽ നെൽകൃഷിക്ക് ആവശ്യമാണ്. അപ്പോൾ നെൽകൃഷിക്ക് എന്താണ്? ഉയർന്ന താപനില. ഉയർന്ന താപനില എന്ന് പറഞ്ഞാൽ 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും ധാരാളം മഴ, മഴയുടെ അളവ് എത്രയാണ്? 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും എന്താണ്? നെൽകൃഷിക്ക് ആവശ്യമാണ്. ശരിയാണ്. അപ്പോൾ 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്ന താപനില, ധാരാളം മഴ, 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും എന്താണ്? നെൽകൃഷിക്ക് അനുയോജ്യമാണ്, ആവശ്യമാണ്. സിവാലിക് പർവ്വത ചെരിവുകളിലും തട്ടുകളായി നെൽകൃഷി ചെയ്തു വരുന്നു. അതും ശരിയാണ്. അപ്പോൾ സിവാലിക് പർവ്വത നിരയുടെ ചെരിവുകളിൽ തട്ടുകളായിക്കൊണ്ട് നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവനയാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു റാബി വിളയാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്, അതിൽ സംശയമില്ല. പക്ഷേ അത് റാബി വിളയല്ല, ഒരു ഖാരിഫ് വിളയാണ്. ഏതാണ്? ഖാരിഫ് വിളയാണ്. ഭക്ഷ്യവിളകളിൽ റാബി വിള എന്ന് പറയുന്നത് ഗോതമ്പ് മാത്രമാണ്. ബാക്കി നെല്ലാണെങ്കിലും ചോളമാണെങ്കിലും എന്താണ്? അതൊരു ഖാരിഫ് വിളകളാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് ഗോതമ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഗോതമ്പ് കൃഷിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗോതമ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള വിളയായ ഗോതമ്പ് ഒരു റാബി വിളയാണ്. അപ്പോൾ എന്താണ്? അത് ശരിയാണ്.
ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഏതാണ്? ഗോതമ്പാണ്. അതൊരു റാബി വിളയാണ്, അതായത് ഒരു ശൈത്യകാല വിളയാണ്. ശരിയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. അതും ശരിയാണ്. നെൽകൃഷിക്ക് എക്കൽ മണ്ണാണ് ഉത്തമം, എന്നാൽ ഗോതമ്പ് കൃഷിക്ക് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഉത്തമം. അതും എന്താണ്? ശരിയാണ്. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളക്ക് 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. അപ്പോൾ മുഖ്യമായും മിതോഷ്ണ മേഖലയിലാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിന് വേണ്ട താപനില. അതുപോലെ 75 സെൻറ്റിമീറ്റർ മഴയും ഗോതമ്പ് കൃഷിക്ക് ആവശ്യമാണ്. നെല്ലിൻ്റെ ആണെങ്കിൽ നമുക്കറിയാം 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും 150 സെൻറ്റിമീറ്റർ മഴയുമാണ് നെൽകൃഷിക്ക് ആവശ്യം. എങ്കിൽ ഗോതമ്പ് കൃഷിക്ക് 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ മതി താപനില. മഴ എത്രയാണ്? നെല്ലിൻ്റെ നേരെ പകുതി മതി. 75 സെൻറ്റിമീറ്റർ മഴയും മതി ഗോതമ്പ് കൃഷിക്ക്. മുഖ്യമായും ഗോതമ്പ് കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലെ മിതോഷ്ണ മേഖലയിലാണ്. ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി. നമുക്കറിയാം ഗോതമ്പ് കൃഷി ശൈത്യകാല വിളയാണ് ഗോതമ്പ് കൃഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജലസേചനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി നടക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഈ പ്രസ്താവനയിൽ ഒന്നിലും തെറ്റുമില്ല, എല്ലാം ശരിയാണ്. പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള വിളയാണ് ഗോതമ്പ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. അതുപോലെ മുഖ്യമായും മിതോഷ്ണ മേഖലയിലാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. താപനില എത്രയാണ്? 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ആവശ്യമാണ്. അതുപോലെ 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഇനി ശൈത്യകാല വിളയാണ്, റാബി വിളയാണ് ഗോതമ്പ് എന്ന് നമ്മൾ പറഞ്ഞു. റാബി വിള എന്ന് പറഞ്ഞാൽ ശൈത്യകാല വിള തന്നെയാണ്. അപ്പോൾ ശൈത്യകാല വിള ആയതിനാൽ ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി മുന്നോട്ട് പോകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ചോളത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ചോളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചോളം കൃഷിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നോക്കാം. വിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ നെല്ലിന് 1ാം സ്ഥാനവും ഗോതമ്പിന് 2ാം സ്ഥാനവും ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ അത് ഈ പ്രസ്താവന ശരിയാണ്. വിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് എത്രാം സ്ഥാനമാണ്? 3ാം സ്ഥാനമാണ്. ശരിയാണ്. അപ്പോൾ ഭക്ഷ്യവിളകളിൽ നെല്ല് 1ാം സ്ഥാനം, ഗോതമ്പ് 2ാം സ്ഥാനം, ചോളം 3ാം സ്ഥാനം എന്നിങ്ങനെയാണ് ഇന്ത്യയിലെ ഉൽപ്പാദനത്തിൻ്റെ തോത് എന്ന് പറയുന്നത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു. അപ്പോൾ ചോളം കൃഷി ചോളം കൃഷിയുടെ പ്രത്യേകത ഉഷ്ണകാലമാണെങ്കിലും ശൈത്യകാലമാണെങ്കിലും ചോളം കൃഷി ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ശരാശരി 75 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഗോതമ്പിന് ലഭിക്കുന്ന അത്ര മഴ തന്നെയാണ് ചോളം കൃഷിക്കും ആവശ്യം. ശരാശരി 75 സെൻറ്റിമീറ്റർ വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ചോളം കൃഷി ചെയ്യുന്നത്. ആ പ്രസ്താവനയും ശരിയാണ്. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത്. അതും ശരിയാണ്. അപ്പോൾ മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ചോളത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. വിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്. അപ്പോൾ വിളകളുടെ ഉൽപ്പാദനത്തിൽ 3ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ചോളം. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു. അപ്പോൾ ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ എന്തുണ്ട്? ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ശരാശരി 75 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ചോളം കൃഷി ചെയ്യുന്നത്. അപ്പോൾ ചോളം കൃഷിക്ക് ആവശ്യമായ വർഷപാതം ശരാശരി 75 സെൻറ്റിമീറ്ററാണ്. ഗോതമ്പ് കൃഷിക്ക് ആവശ്യമായ അതേ വർഷപാതമാണെന്ത്? മഴയുടെ അളവാണ് ചോളത്തിനും ആവശ്യം. ഇനി ഇന്ത്യയിൽ പ്രധാനമായും ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശും കർണാടകയും രാജസ്ഥാനും ഉത്തർപ്രദേശും. ഇപ്പോൾ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക. ഇപ്പം രാജസ്ഥാൻ, കർണാടക, പിന്നെ 2 പ്രദേശ് ഉത്തർപ്രദേശും മധ്യപ്രദേശും. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ മുഖ്യമായും ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. വീണ്ടും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. നാണ്യവിളകളെ നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധവിളകൾ, മറ്റു വിളകൾ എന്നിങ്ങനെ 4ആയി തരംതിരിക്കാം. നമുക്കറിയാം ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുണ്ട്, നാണ്യവിളകളുണ്ട്. ഭക്ഷ്യവിളകൾ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ.
വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. അത് നമ്മൾ നേരത്തെ ചോദ്യങ്ങളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇന്ത്യയിലെ നാണ്യവിളകളെ പ്രധാനമായിട്ടും നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. നാരുവിളകളെന്നും പാനീയ വിളകളെന്നും സുഗന്ധ വിളകളെന്നും അതുപോലെ മറ്റു വിളകളെന്നും ഇങ്ങനെ 4ആയിട്ട് നമുക്ക് നാണ്യവിളകളെ തരംതിരിക്കാം. അപ്പോൾ നാണ്യവിളകളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധ വിളകൾ, അതുപോലെ മറ്റു വിളകൾ എന്നിങ്ങനെ 4ആയിട്ട് നമുക്ക് നാണ്യവിളകളെ തരംതിരിക്കാം. വിളകൾക്ക് ഉദാഹരണമാണ് പരുത്തി, ചണം എന്നീ വിളകൾ. അപ്പോൾ പരുത്തി, ചണം എന്നീ വിളകൾ എന്ത് വിളകൾക്ക് ഉദാഹരണമാണ്? നാരുവിളകൾക്ക് ഉദാഹരണമാണ്. പാനീയ വിളകൾക്ക് ഉദാഹരണമാണ് തേയിലയും കാപ്പിയും. പാനീയ വിളകൾക്ക് ഉദാഹരണം നമുക്കറിയാം, കുടിക്കാൻ പറ്റുന്ന വിളകൾക്ക് ഉദാഹരണമാണ് തേയിലയും കാപ്പിയും. നാരുവിളകൾ, നാര് ആയിട്ട് വരുന്ന വിളകൾക്ക് ഉദാഹരണമാണ് നമ്മൾ പരുത്തി, ചണം എന്നിവ. പാനീയ വിളകൾക്ക് ഉദാഹരണം തേയിലയും കാപ്പിയും. അപ്പോൾ ഈ പ്രസ്താവനകളും ശരിയാണ്. സുഗന്ധ വിളകൾക്ക് ഉദാഹരണമാണ് ഏലം, കുരുമുളക് എന്നിവ. സുഗന്ധ വിളകൾക്ക് ഉദാഹരണമാണ് ഏലവും കുരുമുളകും, അതും ശരിയാണ്. കരിമ്പ്, റബ്ബർ എന്നിവ മറ്റു നാണ്യവിളകൾക്ക് ഉദാഹരണമാണ്. കരിമ്പ്, റബ്ബർ എന്നിവ മറ്റു നാണ്യവിളകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം എന്താണ് വരിക? എല്ലാം ശരിയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം പ്രസ്താവനകൾ. നാണ്യവിളകളെ നമുക്ക് നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധ വിളകൾ, അതുപോലെ മറ്റു വിളകൾ എന്നിങ്ങനെ 4ആയി തരംതിരിക്കാം. എന്താണ് നാണ്യവിളകൾ എന്ന് നമ്മൾ പറഞ്ഞു. വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. നേരിട്ട് ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. അപ്പോൾ രണ്ടും നമ്മൾ പഠിച്ചതാണ്. അതിൽ ഈ നാണ്യവിളകളെ നമുക്ക് നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധ വിളകൾ, മറ്റു വിളകൾ എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിക്കാം. ഇനി നാരുവിളകൾക്ക് ഉദാഹരണമാണ് ഏത്? പരുത്തിയും ചണവും. നമ്മുടെ ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരുത്തി, ചണം എന്നിവ എന്താണ്? നാരുവിളകൾക്ക് ഉദാഹരണമാണ്. ഇനി പാനീയ വിളകൾക്ക് ഉദാഹരണമാണ് ഇത്? തേയിലയും കാപ്പിയും. തേയിലയും കാപ്പിയും നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ്, പാനീയ വിളകൾക്ക് ഉദാഹരണമാണ്. സുഗന്ധ വിളകൾക്ക് ഉദാഹരണമാണ് ഏലം, കുരുമുളക് എന്നിവ. സുഗന്ധ വിളകൾക്ക് ഉദാഹരണമാണെന്ത്? ഏലവും കുരുമുളകും. ഇനി കരിമ്പ്, റബ്ബർ എന്നിവയാണെന്ത്? മറ്റു വിളകൾക്ക് ഉദാഹരണം. മറ്റു നാണ്യവിളകൾക്ക് ഉദാഹരണമാണെന്ത്? കരിമ്പും റബ്ബറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. നമ്മൾ ഏകദേശം വിളകളെക്കുറിച്ചാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കൂടുതൽ വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.